ഇന്ന് ഓഫീസ് ടൈമിൽ തന്നെ വന്നേക്കണം കേട്ടോ. ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പ്രസിഡന്റ് വരുന്നുണ്ട്. അദ്ദേഹം കാണണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ് ഏജൻസീസിന്റെ പ്രസിഡന്റോ? അതും എന്നെ കാണാൻ വരുന്നു. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. ബി പോസിറ്റീവ്. മോനെ അനന്തരവാ, നീ ഇത് എവിടാണോ? ഒന്ന് ഡാൻസ് നിർത്തുന്നുണ്ടോ അമ്മാവാ? ഓഫീസിൽ പോവാൻ നോക്ക്. പരിപാടിയാ കാണിച്ചേ. ആ അമ്മാവനോട് സമയത്തിന് ഓഫീസിൽ വരാൻ എന്തിനാ പറഞ്ഞേ? പിന്നെന്താ ഞാൻ പറയണ്ടേ? അവരിത്രയും ദൂരേന്ന് അമ്മാവനെ കാണാനല്ലേ വരുന്നേ. അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ഓ, ആ പ്രസിഡന്റ് എങ്ങാനും വന്ന് അമ്മാവനെ പരിചയപ്പെട്ട് കഴിഞ്ഞാ അവര് തമ്മിൽ വലിയ അടുപ്പത്തിലാകും. പിന്നെ എനിക്ക് അയാളുടെ സാലറി കൂട്ടേണ്ട അവസ്ഥയാകും. ഓ അല്ല, നീ തന്നെ പറ, ഞാൻ അയാളുടെ സാലറി എങ്ങനെ കൂട്ടാനാണ്? കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. ഓ, അവള് വന്നേക്കുന്നു. കണ്ടില്ലേങ്ങേര്, എന്റെ ഭർത്താവായാലും കൊള്ളാം, ഇതുപോലൊരു പിശുക്കന് ലോകത്ത് കാണാൻ കിട്ടില്ല. സാലറി കൂട്ടാതിരിക്കാൻ വേണ്ടി ഈ അമ്മാവനെ കൊണ്ട് പ്രസിഡന്റിനെ കാണിപ്പിക്കാതിരിക്കാൻ ഇനി എന്തൊക്കെയാ ചെയ്തു കൂട്ടുക ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവമേ, ആരോടും പറയരുത് കേട്ടോ, പിന്നെ ആകെ പ്രശ്നവും. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാമൻ. താങ്ക് യു അനന്തരവാ, താങ്ക് യു. എന്നോട് എന്തിനാ മാമ താങ്ക് യു പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനെങ്ങനെ താങ്ക് യു പറയാതിരിക്കും? നീ കാരണമാ എനിക്ക് ഈ പ്രശസ്തിയൊക്കെ കിട്ടിയത്. എന്നാ പിന്നെ വാ, ഓഫീസിലേക്ക് പോവാം. നീയൊക്കെ എത്ര അത്തളമെത്ര തവളാക്കി കളിച്ചെന്ന് പറഞ്ഞാലും അമ്മാവാ, ഇന്ന് തന്റെ അനന്തരവനെ പോലും തന്നെ സഹായിക്കാനാകില്ല. ഓ, ഈ സ്കൂട്ടറിന് ഇതെന്താ പറ്റിയത്? സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എന്റെ പൊന്നു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവ്. അവിടെ അയ്യോ മാമ, മാറിക്കോ. വണ്ടി നിർത്തണോ? നിനക്കെന്താ കണ്ണേണ്ടൂടെ? നീ വായു ഗുളിക വാങ്ങിക്കാൻ പോവാണോ? ട്രക്കിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. വേഗം പോയി ഡ്രസ്സ് മാറ, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. എടോ അമ്മാവാ, ഇന്ന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ പ്രസിഡന്റ് സാറിനെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, സോറി, ഒരു അബദ്ധം പറ്റിയതാ. തന്റെ ഒരു അബദ്ധം. ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഷർട്ടല്ലേ നീ നശിപ്പിച്ചു കളഞ്ഞത്. പോരാത്തതിന് അങ്ങേരുടെ മുട്ടകൾ പൊട്ടിച്ചു. എടോ, 500 രൂപ താടോ. 500? കാശിങ്ങനെ മരത്തിലൊന്നും. എടോ, കാശ് തരുന്നോ അതോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അയ്യോ, പോലീസിനൊന്നും വിളിക്കരുത്. ഇന്നാ കാശ്. 500 പോയേ. അല്ല, ഒരു മിനിറ്റ് മാമ, അയാള് ബെല്ലാങ്കളിനെ പോലെ സംസാരിക്കുന്നല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, ബല്ലാ സാർ ഓഫീസിൽ പ്രസിഡന്റ് വരുന്നത് കൊണ്ട് റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചു വെച്ചിരിക്കുകയായിരിക്കുമല്ലോ. മാമൻ ബെല്ലാങ്കളിനെ ഫോൺ ചെയ്ത് ലേറ്റ് ആവുമെന്ന് പറ.
ഹലോ. അതെ ബല്ല സാറേ, ഞാനിന്ന് വരുമ്പോ ലേറ്റ് ആവും കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പോ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അതൊന്നും പ്രശ്നമല്ല അമ്മാവ. പതുക്കെ വാ. അമ്മാവ പിന്നെ തനിക്ക് വേണമെങ്കിൽ ഇന്ന് ലീവ് എടുത്തോ. ഓക്കെ ബൈ. ഹലോ 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 ബല്ല സാറേ. മാമ, എനിക്ക് തോന്നുന്നത് മാമൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യുന്നത് ബെല്ലാങ്കലിന് ഇഷ്ടമല്ല. ഇപ്പൊ മാമൻ വിളിച്ചപ്പോ ആ വെള്ളൊഴിച്ച ആളുടെ ഫോൺ അടിച്ചായിരുന്നു. ഇനി നമുക്ക് വേഷം മാറിപ്പോവാം. അപ്പൊ ആർക്കും മനസ്സിലാവില്ലല്ലോ. മാമ ഒന്ന് വേഗം ചവിട്ട്, ഇല്ലെങ്കിൽ ഓഫീസിലെ സമയത്ത് എത്താൻ പറ്റില്ല. നീ പേടിക്കണ്ട അനന്തരവാ, ബി പോസിറ്റീവ്. നമ്മള് സമയത്ത് തന്നെ എത്തുന്നേ. പോസിറ്റീവ് അല്ലേ? എടാ അമ്മാവ, പിടിക്കപ്പെട്ടു. മോനെ ഭല്ല, നീ ഒരു സ്മാർട്ടാണ്. വെരി വെരി സ്മാർട്ട്. ഹലോ പോലീസ് മാഡം. എന്തുട്ടാണ് ബല്ല സാറേ, പറയൂ, എന്തുട്ടാ കാര്യം? സംശയാസ്പദമായ രീതിയിൽ രണ്ടുപേര് വേഷം മാറി സൈക്കിളിൽ എന്റെ ഓഫീസിന് നേരെ വരുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് തീവ്രവാദികളാണെന്നാ തോന്നുന്നത്. ഈ കള്ളക്കണാരന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ ഇപ്പൊ പിടിക്കാവരെ. ബഹദൂറേ, വണ്ടി എടുക്ക്. ഏടാ ബഹദൂറെ കണാര, വണ്ടി എടുക്കാൻ പറഞ്ഞ വാ വിളിക്കലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. പോലീസ് പട ഇതുവരെ വന്നില്ലല്ലോ. ഇവരെ ഇപ്പൊ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഐഡിയോ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. അയ്യോ പോലീസ് മാഡം, അതൊക്കെ മാഡത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ പറയുന്നത് കേക്ക്. ഇത് ഞാനാ അമ്മാവൻ. ഇത് ഞങ്ങളാ പോലീസ് മാഡം. എന്തുട്ട് കൊണമതിയാരാണ് ഇതൊക്കെ? എന്തുട്ടാണ് ഇത്? എന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയെന്നേ. ഇത് സഹായിക്കോ? ഇതൊന്ന് നിർത്ത്. ഞങ്ങൾക്കും ഇവിടെ ബ്രേക്ക് ഇല്ല ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കേ. ഹെൽപ്പ്. അയ്യോ അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ. ഐഡിയ. പോലീസ് മാഡം, ആ പോസ്റ്റിലേക്ക് ആണിച്ചവിട്ട്. എന്റെ കൊച്ചർക്കാനന്തരവാ, നീ എന്തുട്ടാണ് ഈ കാണിക്കുന്നത്? അനന്തരവാ. അങ്ങനെ സോഫയിലേക്ക് വാ. ഇത് ഏത് മോഡലുള്ള കാറാണ്? ഇതിന്റെ സ്റ്റിയറിംഗ് എവിടെയാണ്? അതെ ചേട്ടാ, ഇത് സോഫ കാറാണ്. ഇതിന് സ്റ്റിയറിംഗ് ഒന്നും ഇല്ലെന്നേ. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ലേറ്റായി, എനിക്ക് വേഗം ഓഫീസിലേക്ക് പോകാം. ബൈ. അനന്തരവാ, നമുക്ക് ലേറ്റായി, വേഗം പോവാം. എന്തുട്ടാണിത്? എല്ലാരും പോയാ? എന്നാ പിന്നെ ഞാനും പോയേക്കാം. ഹലോ മിസ്റ്റർ ബല്ല, ഹൗ ആർ യു? I am too very good, sir. സാറിന് സുഖമല്ലേ? അമ്മാവൻ എപ്പോ വരും? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ.
ഐ ആം വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹിം. ഐ എം വെരി സോറി സാർ. ആ അമ്മാവൻ ഇതുവരെ വന്നിട്ടില്ല. ലേറ്റ് ആയിട്ട് വരുന്ന കാര്യത്തിൽ അയാൾ എക്സ്പെർട്ടാ. അയാൾ എപ്പോ വരുമെന്ന് എനിക്കറിയാൻ മേല. സാർ ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കാം. സോറി സാർ, അതെന്താന്ന് വെച്ചാ ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഉടുപ്പാകെ അഴുക്കായി. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോ ആരും ദേഹത്ത് വെള്ളം ഒഴിച്ചു. പിന്നെ മൂന്നാമത് ഇറങ്ങിയപ്പോ ഒന്നും മിണ്ടാതിരിക്കാൻ മാമോ. ഹായ് അങ്കിളെന്താ ഇവിടെ? മിസ്റ്റർ ബല്ല, എനിക്കിത് പറയാതെ വയ്യ. നിങ്ങളുടെ എംപ്ലോയി വളരെ ടാലന്റഡ് ആണ്, നല്ല ഹെൽപ്പിംഗ് നേച്ചറാണ്. ഇവരാണ് ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ തീർച്ചയായും അഭിനന്ദിച്ചേ പറ്റൂ. അമ്മാവ, ഞാൻ എന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ജോലി തരികയാണ്. താങ്ക് യു സാറേ. പക്ഷേ എനിക്ക് ഫണ്ടൂഷ് നഗറിൽ നിൽക്കാനാണ് താല്പര്യം. ഇവിടെ എന്റെ സാലറി മാത്രം ഇച്ചിരി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് മാത്രം മതി. മിസ്റ്റർ ബല്ല, ഈ അമ്മാവിന്റെ സാലറി ഡബിൾ ആക്കി കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്താ സാലറി കൂട്ടാനോ? ഇല്ല, അല്ലെങ്കിൽ തന്നെ എന്റെ 500 രൂപ പോയിട്ടിരിക്കുക. സാലറി ഡബിൾ. പക്ഷെ സാറ് കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. അത് ശരി. അപ്പൊ അനന്തരവൻ പറഞ്ഞത് ശരിയായിരുന്നു. സാറാ എന്നെ തടഞ്ഞോണ്ടിരുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കേ.